ഫെബ്രുവരി 17 പൊയ്കയിൽ കുമാരഗുരു ജന്മദിനം. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ കേരളത്തിലെ കീഴാള ജനങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ച കേരള നവോത്ഥാന ചരിത്രത്തിലെ വിപ്ലവകാരിയായ നേതാവ് പൊയ്കയിൽ യോഹന്നാൻ എന്നും പൊയ്കയിൽ അപ്പച്ചൻ എന്നും അറിയപ്പെട്ട പൊയ്കയിൽ കുമാരഗുരു 1879 ഫെബ്രുവരി 17 പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരിൽ ജനിച്ചു. കുമാരൻ എന്നായിരുന്നു ബാല്യകാലത്തിലെ പേര്. ജന്മിത്തവും അടിമത്തവുമൊക്കെ നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ ഒരു ക്രൈസ്തവ കുടുംബത്തിലെ കൃഷിക്കാരനായിരുന്ന കുമാരൻ ക്രിസ്തുമതത്തിൽ ചേരുകയും യോഹന്നാൻ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ സഭയ്ക്കുള്ളിലെ ജാതി വിവേചനം കണ്ട് മനം നൊന്ത് അവിടെ നിന്ന് മാറി ചിന്തിക്കുകയും 1909 പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന ആത്മീയ പ്രസ്ഥാനം സ്ഥാപിക്കുകയും ചെയ്തു. ജാതി മതഭേദമന്യേ എല്ലാ മനുഷ്യരും തുല്യരാണ് എന്ന സന്ദേശമാണ് അദ്ദേഹം നൽകിയത്. പിന്നീട് പൊയ്കയിൽ കുമാരഗുരു എന്നും അറിയപ്പെട്ടു. 1921 ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടവർക്ക് വിദ്യാഭ്യാസവും ഭൂമിയും ലഭ്യമാക്കാൻ ശക്തമായി വാദിച്ചു. സ്വന്തമായി പാട്ടുകൾ രചിച്ചും പ്രസംഗിച്ചും അദ്ദേഹം ജനങ്ങളെ ബോധവൽക്കരിച്ചു. അദ്ദേഹത്തിൻ്റെ കവിതകൾ ദളിത് സാഹിത്യത്തിലെ നാഴികക്കല്ലുകളാണ്. 1939 ജൂൺ 29 അദ്ദേഹം അന്തരിച്ചു. ശ്രീരാമകൃഷ്ണ പരമഹംസർ ജന്മദിനം. 19-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ആധ്യാത്മിക ആചാര്യന്മാരിൽ ഏറ്റവും പ്രമുഖനായിരുന്ന ശ്രീരാമകൃഷ്ണ പരമഹംസർ 1836 ഫെബ്രുവരി 17 ബംഗാളിലെ ഹൂഗ്ലി ജില്ലയിലുള്ള കാമർപുക്കൂർ എന്ന ഗ്രാമത്തിൽ ജനിച്ചു. ബ്രാഹ്മണ സമുദായത്തിൽ ജനിച്ച് ക്ഷേത്ര പൂജാരിയായി ജീവിച്ച അദ്ദേഹം ഹിന്ദുമതത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ലളിതമായി പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. എത്രത്തോളം വിശ്വാസങ്ങളുണ്ടോ അത്രത്തോളം വഴികളും ഉണ്ട് എന്നും എല്ലാ മതങ്ങളും ദൈവ സാക്ഷാത്കാരത്തിലേക്കുള്ള വ്യത്യസ്ത പാതകൾ ആണ് എന്നും അദ്ദേഹം പഠിപ്പിച്ചു. ഭക്തിയിലൂടെയും ലളിതമായ ജീവിതത്തിലൂടെയും അദ്ദേഹം ലോകത്തിന് വലിയ ഒരു ആത്മീയ പാഠം നൽകി. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ആശയങ്ങളിൽ ആകൃഷ്ടനായ സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി തീരുകയുണ്ടായി. 1856 ഓഗസ്റ്റ് 16 ശ്രീരാമകൃഷ്ണ പരമഹംസർ അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും അതുവഴി ഒരു ഭാരതീയ നവോത്ഥാനം സാധ്യമാക്കുന്നതിനുമായി സ്വാമി വിവേകാനന്ദൻ ശ്രീരാമകൃഷ്ണ മിഷനും ശ്രീരാമകൃഷ്ണ മഠവും സ്ഥാപിച്ചു. ബ്രൂണോയുടെ അന്ത്യദിനം. ശാസ്ത്ര ചരിത്രത്തിലെ ഏറ്റവും ധീരനായ രക്തസാക്ഷിയായ ജിയോർഡാനോ ബ്രൂണോയെ ശാസ്ത്രസത്യം വിളിച്ചു പറഞ്ഞതിന് ദൈവനിന്ദ ആരോപിച്ച് സഭാ നേതൃത്വം ചുട്ടുകൊന്നത് 1600 ഫെബ്രുവരി 17. കത്തോലിക്ക സഭയ്ക്കുള്ളിൽ പുരോഹിതനായും അധ്യാപകനായും പ്രവർത്തിക്കുന്നതിനിടയിൽ വിവിധ ശാസ്ത്ര സിദ്ധാന്തങ്ങളെക്കുറിച്ചുള്ള പരന്ന വായനയിലൂടെയാണ് കോപ്പർനിക്കസിൻ്റെ സൂര്യകേന്ദ്രീകൃത സിദ്ധാന്തത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. തൻ്റേതായ കൂടുതൽ ഗവേഷണങ്ങളിൽ അത് ശരിയാണെന്നും ബോധ്യപ്പെട്ടു. പിന്നീട് പാരീസിലും ലണ്ടനിലും മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലും തൻ്റെ പ്രപഞ്ച നിരീക്ഷണ തത്വങ്ങൾ പ്രചരിപ്പിച്ചു. സൂര്യൻ ഒരു നക്ഷത്രമാണെന്നും പ്രപഞ്ചം അനന്തമാണെന്നും നമ്മുടേതുപോലെ മറ്റു ഗ്രഹങ്ങളും സൂര്യന്മാരും പ്രപഞ്ചത്തിലുണ്ടെന്നും അവിടൊക്കെ ജീവൻ ഉണ്ടാകാമെന്നും അദ്ദേഹം വിശ്വസിച്ചു. അക്കാലത്ത് ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമെന്ന് സഭയും സമൂഹവും വിശ്വസിച്ചിരുന്നു. ബ്രൂണോയുടെ വാക്കുകളിൽ ദൈവനിന്ദ ആരോപിച്ച സഭാ നേതൃത്വം ബ്രൂണോയെ വിചാരണ ചെയ്തു.
7 വർഷം നീണ്ട വിചാരണയ്ക്കൊടുവിലും തൻ്റെ നിലപാടുകൾ മാറ്റാൻ ബ്രൂണോ തയ്യാറായില്ല. ഒടുവിൽ സഭാ നേതൃത്വം റോമാ നഗരത്തിൻ്റെ ഹൃദയഭാഗത്തെ പൊതുസ്ഥലത്ത് അദ്ദേഹത്തെ ജീവനോടെ ചുട്ടുകൊന്നു. കണ്ടുനിന്ന ജനങ്ങൾ കൂക്കി വിളിച്ച് ബ്രൂണോയെ അധിക്ഷേപിച്ചു. 300 വർഷത്തിനു ശേഷം നഗരവാസികളെ ആവേശം കൊള്ളിച്ചുകൊണ്ട് അവിടെ ബ്രൂണോയുടെ പ്രതിമ സ്ഥാപിക്കപ്പെട്ടു. എല്ലാ വർഷവും ഫെബ്രുവരി 17-ന് റോമാ നഗരത്തിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ ബ്രൂണോ അനുസ്മരണം നടക്കുന്നു.